തൃശൂർ കുന്നംകുളം വെള്ളിത്തിരുത്തിയിൽ ഒരു കാർ ഇടിച്ചൊരു 9 വയസ്സുകാരിക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്ത പ്രേക്ഷകർ കണ്ടുകാണും. അവരുടെ നില, കുട്ടിയുടെ നില ഇപ്പോൾ ഗുരുതരമായി തുടരുന്നു എന്ന് ഞങ്ങളുടെ തൃശൂർ ബ്യൂറോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ സങ്കടകരമായ കാര്യമാണ്. ഈ കുട്ടിയെ ഇപ്പോൾ കൊച്ചി രാജഗിരി ആശുപത്രിയിലേക്ക് കൂടുതൽ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട്. കാർ ഓടിച്ചിരുന്ന കണ്ടൻകോട്ടെ ബോബൻ മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. സൂരജ് സജി കൂടുതൽ വിവരങ്ങൾ നൽകും ഈ വാർത്തയുടെ. സൂരജ് സജി, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു തിരുവനന്തപുരം. പറയൂ വിശദാംശങ്ങൾ. ഇന്നലെ ഈ കുട്ടിയുടെ അപകട വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ അതിന്റെ ദൃശ്യങ്ങൾ വളരെ നടുക്കമുണ്ടാക്കുന്നതായിരുന്നു. ഗുരുതരമായി ഇന്നലെ തന്നെ ഈ കുട്ടിക്ക് പരിക്കേറ്റിരുന്നു എന്നുള്ളതായിരുന്നു റിപ്പോർട്ടുകൾ. ഇന്നലെ ഉച്ചയ്ക്ക് 2:40 വെള്ളിത്തുരുത്തിയിലെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ ഈ 9 വയസ്സുകാരിയെ കാർ ഇടിച്ചു തെറിപ്പിക്കുന്ന, പിന്നീട് ഗുരുതരമായ കുട്ടിയെ കുന്നംകുളത്തെ ദയാ ആശുപത്രിയിലും പിന്നീട് തൃശൂർ അമല ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. പക്ഷേ പരിക്ക് ഗുരുതരമായതോടെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് കൊച്ചി രാജഗിരി ആശുപത്രിയിലേക്ക് ഈ കുട്ടിയെ മാറ്റാനുള്ള നടപടി സ്വീകരിച്ചത്. ആ സമയത്ത് ഈ പോലീസ് എസ്കോർട്ട് അടക്കം വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. പക്ഷേ ഈ പോലീസ് എസ്കോർട്ട് അടക്കം കൊടുക്കാൻ പോലീസും തയ്യാറായില്ല. പിന്നീട് ഈ അമലയിൽ നിന്ന് ഈ ആംബുലൻസ് പുറപ്പെട്ട് അങ്കമാലിക്കടുത്തെത്തിയ സമയത്ത് അരമണിക്കൂറിലധികം നേരം ഈ ആംബുലൻസ് ഗതാഗതക്കുരുക്കിൽ പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. നിശ്ചയിച്ചതിലും ഏറെ സമയം വൈകിയാണ് ഈ കുട്ടിയെ രാജഗിരിയിൽ എത്തിക്കാനായത്. ഇതെല്ലാം തന്നെ വലിയ ആശങ്കയ്ക്കിടയാക്കുന്നു എന്നുള്ളതാണ് കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടി ഈ രാജഗിരി ആശുപത്രിയിൽ എത്തിച്ച കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നടക്കം നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ SKN ഈ വാഹനം ഓടിച്ച പ്രതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ വാഹനം ഓടിച്ച ബോബൻ മദ്യപിച്ചാണ് വാഹനം ഓടിച്ചതെന്ന് പോലീസിന്റെ ബ്രീത്തർ ലേസർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. ഇതോടുകൂടി ഈ പ്രതിയുടെ രക്തസാമ്പിളുകൾ അടക്കം ശേഖരിക്കുകയും ചെയ്തു. താങ്ക് യു. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.